തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ എക്സൈസ് റെയ്ഡ്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 20 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ 4-5 മുറികളിൽ റെയ്ഡ് നടത്തി. എക്സൈസ് ഡാൻസ് ഓഫാണ് ചെയ്തത്. മുഖ്യമന്ത്രി അറിവോടുകൂടി തന്നെയാണ് അത് ചെയ്തത്. എന്തായാലും ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് ചില മുറികളിലൊന്നും കുട്ടികളില്ല എങ്കിലും പല മുറികളിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് വരുന്ന വാർത്തകൾ. പ്രാദേശികമായ CPM നേതാക്കന്മാർ അവിടെ തടിച്ചുകൂടി. കാരണം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പണ്ട് മുതലേ SFI കുട്ടികളുടെ ഹോസ്റ്റൽ തന്നെ. അവിടെ വാർഡന്മാരൊന്നും ഉണ്ടാവില്ല. ഒരു വാർഡനും അവിടെ നിൽക്കാൻ തയ്യാറുമല്ല. വാർഡൻ അവിടെ പ്രത്യേക റെസിഡൻഷ്യൽ ഹൗസ് വരെ അതിൻ്റെ അകത്തുണ്ട്. 2 വാർഡന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഒരു വാർഡന്മാരും വരില്ല. എല്ലാവർക്കും ഭയമാണ്. അതുകൊണ്ട് അവിടെ നാഥനില്ല കളരിയായിട്ട് വർഷങ്ങളായി. ആ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അവിടുത്തെ ഒരു മുറിയിൽ നിന്ന് ഏകദേശം 20 ഗ്രാം കഞ്ചാവ് പിടിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലുള്ള ഒരാളെ ഡാൻസ് ഓഫ് എക്സൈസ് ഇപ്പം കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും 4-5 മുറി കയറിയപ്പം തന്നെ വിളി വന്ന് അവരെ മടക്കിയതായിട്ടാണ് മനസ്സിലാകുന്നത്. അതെന്തായാലും ശരിയായ ഒരു നടപടിയല്ല. കാരണം ഹോസ്റ്റൽ വളരെ വർഷങ്ങളായിട്ട് അവിടെ ക്രിമിനൽ സംഘത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെ. ഞാൻ മ്യൂസിയത്ത് SIയും CA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം. അവിടെ റെയ്ഡ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. കാരണം ഈ തിരുവനന്തപുരം നഗരത്തിലുള്ള പല ആൻറ്റി സോഷ്യൽ എലിമെൻസും അവിടെ പല മുറിയിലും വന്ന് കിടക്കും. അതിനൊന്നും ഒരു കൺട്രോളില്ല. കാരണം അവിടുത്തെ SFI സ്റ്റുഡൻസ് കുറച്ച് പേരുണ്ട്. അവർ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു വാർഡനെ വയ്ക്കാനല്ല, വാർഡന്മാർക്ക് ഭയമാണ്. അതുകൊണ്ട് അതുങ്ങളാരും വരുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും അത് ആ ഹോസ്റ്റലിലെ അതെങ്കിലും 1, 2, 3 വാർഡന്മാരെ ആരെങ്കിലും നിയോഗിച്ച് അവിടെ കർശനമായിട്ട് അവിടെ ആരെയെങ്കിലും വാർഡൻ്റെ സ്ഥാനത്തോ അതുപോലെ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരെയോ ആക്കുന്നതായിരിക്കും നല്ലത്. 2 സെക്യൂരിറ്റി കൊടുത്താൽ അവിടെ പോകുന്നതും ആൾക്കാർ ആരാണെന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഇപ്പോഴത്തെ റെയ്ഡ് നടത്തിയ എക്സൈസ് സംഘത്തെ അഭിനന്ദിക്കാതിരിക്കാനൊക്കില്ല. അവരുടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് റെയ്ഡ് നടത്തിയത്. ആ ആളെയും അയാളുടെ കൂടെയുള്ള ആളെയും അവിടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് പിൻവലിപ്പിച്ചു. 455 നമ്പർ മുറിയിലാണ് യഥാർത്ഥത്തിൽ ആ കഞ്ചാവ് പിടിച്ചത്. 20 ഗ്രാം. CPM പ്രാദേശിക നേതാക്കൾ വന്നുപോയി. പിന്നീട് CPMലെ SFI നേതാക്കന്മാർ വന്നു. SFIയുടെ ജില്ലാ സെക്രട്ടറി ആദർശ് അവിടെ വന്ന് പത്രക്കാരെ അദ്ദേഹത്തിനെ വളയുന്നത് നമ്മൾ കണ്ടു. അവരുടെ ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയി. കാരണം അവർക്കറിയില്ല ആരെയാണ് ഈ എക്സൈസ് ഡാൻസ് ഓഫ് പിടിച്ചുകൊണ്ട് പോയതെന്ന്. ഏതായാലും അയാൾ പത്രക്കാരുടെ അടുത്ത് പറഞ്ഞത് SFIക്കാരൻ മാത്രമല്ല അവിടെ താമസിക്കുന്നത്, ഹോസ്റ്റലിൽ മറ്റു പലരും താമസിക്കുന്നുണ്ടെന്നുള്ള ഒരു ഡിഫൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അവിടെ മറ്റാരും താമസിക്കുന്ന എനിക്കൊന്നുമില്ല. KSCക്കാരും മറ്റാരും ഭയപ്പെട്ടിട്ടാരും അവിടെ താമസിക്കത്തില്ല. അത് വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് SFIക്കാർ മാത്രമാണ് അവിടെ താമസിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലും അവിടെ നടക്കുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ലാത്തി ചാർജുകളൊക്കെ നടക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ അല്ലെങ്കിൽ പാളയത്തുമൊക്കെ നമ്മളൊക്കെ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ ഓടി ഷെൽട്ടർ എടുക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാരമ്പര്യം തന്നെ. പക്ഷേ അവിടെ ഒരു റെയ്ഡ് നടത്താൻ താല്പര്യം കാണിച്ച എക്സൈസ് ഡാൻസ് ഓഫിന് അത് മുഖ്യമന്ത്രി അനുവാദത്തോടുകൂടി തന്നെയാണ് അവർ കയറിയത്. അത് വളരെ നല്ല കാര്യമായിട്ടും അവരെല്ലാം അഭിനന്ദിക്കുന്നു. അങ്ങനെ ഒരു നീക്കം നടത്തിയത് നമുക്ക് ലഹരിക്ക് വിരുദ്ധമായ ഒരു കർശനമായ ചില നടപടികൾ നമ്മൾ എടുത്തു വരുമ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് റെയ്ഡ് ചെയ്യേണ്ടത്. അത് ഹോസ്റ്റലുകളും കോളേജുകളും റെയ്ഡ് തുടരണം. നമുക്കറിയാമല്ലോ കളമശ്ശേരി പോളിടെക്നിക്കിലെ നടത്തിയ ആ റെയ്ഡ്, അത് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെയ്ഡാണ്. അവിടുന്ന് ഏകദേശം 20 കിലോ കഞ്ചാവാണ്. അവിടുന്ന് പഠിത്തം പൂർത്തിയാക്കിയ പോയ വിദ്യാർത്ഥികൾ പലരും ആ ഹോൾസെയിൽ കച്ചവടമായിട്ട് നടത്തുന്നത് ആ പോളിടെക്നിക് ഹോസ്റ്റലിലാണ്. അവിടെ സ്റ്റോർ ചെയ്തിട്ട് അവിടുന്നാണ് പല കോളേജുകളിലും ഹോസ്റ്റലിലേക്ക് ഇത് എത്തിക്കുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു നല്ല ക്യാച്ചായിരുന്നു എക്സൈസിൻ്റെ. കാരണം അത് വളരെ റിലയബിളായിട്ട് ഇൻഫർമേഷൻ കിട്ടി. കൊല്ലത്തുള്ള ഒരാൾ അവിടുത്തെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അയാൾ കൊല്ലത്തുനിന്ന് ഇപ്പോഴും ആ കച്ചവടം ഹോൾസെയിൽ ചെയ്യുന്നു. അത് എറണാകുളം ജില്ലയിലുള്ള പല കോളേജിലും ഈ കഞ്ചാവ് കൊണ്ട് കൊടുക്കുന്നത് ഈ പോളിടെക്നിക്കിൽ സ്റ്റോർ ചെയ്യുന്ന കഞ്ചാവിൽ നിന്ന് തന്നെയാണ് എന്നാണ് അതിൽ നമ്മൾ മനസ്സിലായത്. ഏതായാലും യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിൽ കയറിയത് നല്ലൊരു കാര്യമായിട്ട് കണക്കുന്നു. കാരണം അതിന് മുൻകൈ എടുത്ത ആ എക്സൈസിലെ ഇൻസ്പെക്ടറെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം അദ്ദേഹം നമുക്കറിയാലോ പോളിടെക്നിക്കിൻ്റെ അനുഭവം, ആ അനുഭവം വെച്ചിട്ട് ഇവിടെ കയറിയിരിക്കുന്നു.
ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു എക്സൈസ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതിന് ധൈര്യം കാണിച്ചു, റെയ്ഡ് നടത്തി, ആ 20 ഗ്രാം എങ്കിലും കഞ്ചാവ് എടുത്ത് പിടിച്ചു. പല മുറികളിലും കഞ്ചാവ് ചെറിയ തോതിൽ ഉണ്ടായിരുന്നെങ്കിലും അവിടെ മുറികളിൽ ആളില്ലാത്തതുകൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. 15 മുറികളിൽ പരിശോധന നടത്തിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതൊരു നല്ല നീക്കമായിട്ട് ഡാൻസ് ആപ്പിൻ്റെ വളരെ നല്ല നീക്കമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പൊതുവെ അഭിനന്ദിക്കുന്നു. അത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അതിർത്തികളാണ്. മ്യൂസിയം പോലീസ് തീർച്ചയായിട്ടും അവിടെ കയറേണ്ടതാണ്, അവിടെ ഇതുപോലത്തെ റെയ്ഡ് നടത്തുന്നതാണ്. അതിനപ്പുറത്ത് കോളേജ് ഓഫ് ഫൈനാൻസ് ഉണ്ട്. അതിന് അവിടുത്തെ കുട്ടികളും ഇവിടെ താമസിക്കുന്നവരുണ്ട്. ഏതായാലും ആ കോളേജ് ഓഫ് ഫൈനാൻസിൻ്റെ ക്യാമ്പസിലുമൊക്കെ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ആൻറ്റി സോഷ്യൽ എലിമെൻസിന് പലർക്കും അവിടെ വന്ന് ക്യാമ്പ് അടിക്കാനുള്ള സൗകര്യമുണ്ട്. കുട്ടികളെല്ലാം വൈകിട്ട് തന്നെ ആകുമ്പോൾ അവിടുന്ന് ക്യാമ്പസ് വിട്ടുപോകും. പിന്നെ അത് വളരെ പാളയത്ത് തന്നെയുള്ള ഈ ക്യാമ്പസ് വെറുതെ കിടക്കുകയാണ്. അവിടെ സെക്യൂരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് വന്നു പോകാൻ സൗകര്യമുണ്ട്. അതിനൊരിപ്പുറത്ത് രാത്രിയിലുള്ള അവിടുത്തെ നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറി, അതുപോലെ അതിൻ്റെ ഇപ്പുറത്തുള്ള കോളേജ് ഓഫ് ഫൈനാൻസ്, അതിനിപ്പുറത്ത് തന്നെയാണ് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങും, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലും. ഏതായാലും ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സിനും രാത്രികാലങ്ങളിൽ ഒളിവിൽ പാർക്കാനും അവിടെ കച്ചവടം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടുത്തെ തന്നെ കുട്ടികൾ മുൻപേ എടുത്ത് ഇവരെയൊക്കെ പുറത്താക്കുകയും അതുപോലെ ഇതിനകത്ത് ഉൾപ്പെട്ട കുട്ടികളെ പിടിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്തം SFI നേതൃത്വത്തിന് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.